ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ സ്നേഹം നിറഞ്ഞ ധന്യാത്മാക്കൾക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വിവാഹത്തിന് പങ്കെടുത്ത ഹാപ്പി മാരേജ് ലൈഫ് എന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. ഇനി ഈശ്വരൻ ചിരിക്കുന്ന രണ്ട് രംഗമാണെന്നാണ് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഒന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ICU യൂണിറ്റിലുള്ള രോഗിയുടെ ബന്ധുക്കളോട് ഡോക്ടർ ഒന്നും പേടിക്കണ്ട, ഒക്കെ ഞാൻ റെഡിയാക്കി തരാം, ഒക്കെ ശരിയായി കഴിഞ്ഞിരിക്കുന്നു, ഒക്കെ ശരിയാക്കാം എന്ന് ഡോക്ടർ പറയുമ്പോൾ, രണ്ട്, കുടുംബത്തിൽ വീതം വെക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കുടുംബത്തിൽ വീതം വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടിലൊക്കെ അടിച്ചു വലി, എൻ്റേത് ഇവിടെ, നിൻ്റേത് അവിടെ, ചേട്ടൻ്റെത് ഇവിടെ, ചേച്ചിയുടെ അവിടെ, അനുജൻ്റെ ഇവിടെ, കൊച്ചച്ഛൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ ഇവിടെയൊന്നുമല്ല ശാന്തിയും സമാധാനവും. ഗൃഹസ്ഥാശ്രമികളായ നമ്മൾ എല്ലാവരും, നമ്മളൊക്കെ കുട്ടികളുമായിട്ട് ടൂറിന് പോകുന്ന ആൾക്കാരാണ്. ടൂറിനിപ്പോൾ നമ്മൾ കേരളത്തിന് വെളിയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികളെയാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു ചിറ്റയും ചിറ്റപ്പനും കുടുംബാംഗങ്ങളും എല്ലാം കൂടി ടൂറിന് പോയിട്ട് വന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ച് നാശകോശമായി ഹോസ്പിറ്റലിൽ കിടപ്പാണ്. അപ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടി എല്ലാവർക്കും കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ ടൂറിന് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുമല്ല, അവനവൻ്റെ കുടുംബത്തിൽ നരക ജീവിതമായിക്കൊണ്ട് നരകിക്കുകയാണ്. അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന്, അമ്മ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന്, ചേട്ടൻ തെക്കോട്ട് തിരിഞ്ഞിരുന്ന്, ചേച്ചി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടുന്ന നരകിക്കുകയാണ്, പുഴുത്ത് നരകിക്കുന്നതുകൊണ്ടാണ്. അതിൽ നിന്നും ഒരു മോചനമാണ് മക്കളെയും കൂട്ടി ടൂറിന് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും, ഈ നരക ജീവിതത്തിൽ നിന്നും അടിമുട്ടി നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം വരുത്തണം. അതിന് നമ്മുടെ അവനവൻ്റെ കുടുംബം, ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ ശാന്താഹാം ഹൃദിദോഷാണാം വിജന വനഭൂമിയെ. യോഗ വാസിഷ്ഠത്തിൽ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭുവിനോട് പറഞ്ഞതാണ്, ഹിമാലയത്തിൽ ഋഷീശ്വരന്മാരനുഭവിച്ച ജീവിത സുഖം, മനസ്സിൻ്റെ സുഖം അവനവൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട്, അവനവൻ്റെ കുടുംബത്തിലിരുന്നു കൊണ്ട് ഒരു നല്ല അച്ഛനും അമ്മയുമായുള്ളൊരു ജീവിതം. ഇതാണ് യോഗ വാസിഷ്ഠത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിനെ വസിഷ്ഠ ഋഷി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, നല്ല ജന്മം നൽകി, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്നുള്ള വിദ്യാഭ്യാസം മാത്രം അവർക്ക് നൽകുന്നില്ല.
എങ്ങനെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം എന്നുള്ളത് മാത്രം അവർക്ക് കൊടുക്കുന്നില്ല. എങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും എങ്ങനെ ഒരു കെയറിങ്ങും എങ്ങനെ ഒരു ഷെയറിങ്ങും ഉള്ള ഒരു കുടുംബ ജീവിതം കൊണ്ട് നടക്കണമെന്ന് മാത്രം അവരെ പഠിപ്പിക്കുന്നില്ല. പ്രൊഫഷനുകളാക്കുന്നുണ്ട്, ഓക്കെ, എൻജിനീയർമാരാക്കുന്നുണ്ട്, ഓക്കെ, ഡോക്ടർമാരാക്കുന്നുണ്ട്, ഓക്കെ, പക്ഷേ ഇങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം എന്ന് അവരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ശരീരത്തിന് ജന്മം നൽകിയത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയും ആകുന്നില്ല. അച്ഛനും അമ്മയും ആകുന്നില്ല. അപ്പം പിന്നെ എന്താണ് തിരുമേനി ഇതിനൊരു പരിഹാരമാർഗം? കാരണം അടിച്ചമർത്തപ്പെടുന്നല്ല, 10 കൽപ്പനകളല്ല, സ്വർഗവും നരകവുമല്ല ഹിന്ദുവിൻ്റെ ജീവിതം. ഉപനിഷത്താണ് ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ശ്രീശുക ബ്രഹ്മഋഷിയോട് പരീക്ഷിത്ത മഹാരാജാവിൻ്റെ ചോദ്യമാണ്, എന്താണ് ജീവിതത്തിൽ നാമൊക്കെ പരീക്ഷിത്ത മഹാരാജാവിനെ പോലെ ചക്രവർത്തിയായി എംപററായി ഉയരാനാണ്. അപ്പോൾ ശ്രീശുക ബ്രഹ്മഋഷി നമുക്ക് നൽകുന്ന മറുപടിയാണ് സപ്താഹരൂപേണ. അപ്പോൾ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ ശ്രീമദ് ഭാഗവതത്തിൽ ആരാണ് അച്ഛൻ, ആരാണ് അമ്മ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മമാരുമായ നമ്മളൊക്കെ ഇത് പഠിക്കണം. ഇനി വിവാഹം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയുമാകാൻ ആഗ്രഹിക്കുന്നവർ ഇത് പഠിച്ചതിന് ശേഷം വിവാഹം ചെയ്യുക. ഇത് പഠിച്ചതിന് ശേഷം അച്ഛനും അമ്മയുമാകുക. അതിന് ബേസിക്കായിട്ടുള്ള കാര്യം, ബേസിക്കായതുകൊണ്ട് കാര്യം എന്ത്? നമ്മുടെ കുട്ടികളെ സമ്പൂർണമായ മനോവികാസത്തിനും മനഃശക്തിയും മനസ്സിൻ്റെ കരുത്തും മനോബലവും ഉള്ളവരായി വളർത്തിയെടുക്കാൻ, സന്തോഷ സംതൃപ്ത ജീവിതം നമ്മളെ മക്കൾക്ക് ആശംസിക്കാൻ നമുക്ക് മനക്കരുത്തുണ്ടാകണം. നമ്മുടെ മനസ്സിന് മനക്കരുത്തുണ്ടാവണം. നമുക്ക് സമ്പൂർണമായ മനോവികാസമുണ്ടാവണം. നമുക്ക് മനോബലമുണ്ടാകണം. നമുക്ക് സന്തോഷമുണ്ടാകണം. നമ്മൾ ഐഡിയലായ ഹസ്ബൻഡും വൈഫുമാകണം. ഇതാണ് ഭാഗവതം. ഗൃഹസ്ഥാശ്രമികൾക്ക് മഹാഗൃഹസ്ഥനായ 18,000 ഭാര്യമാരുടെ ഭർത്താവായ കൃഷ്ണൻ ഈ 18,000 ഭാര്യമാരിൽ നിന്നും പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്ത കൃഷ്ണൻ ചേട്ടൻ നമ്മോട് പറയുന്നു. അപ്പോൾ എന്താണ് ഭാഗവതം ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകമായിട്ട് ഭഗവാൻ പറയുന്നു. ഭഗവത് വചനമാണ്. ശ്രീ ഭഗവാനുവാച. പ്രേമസ്വരൂപനായ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ നമുക്കിത് നോക്കാം. മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ. അപ്പോൾ നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഗുരുവായൂരപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഭാഗവതത്തിലുണ്ട്, അത് പഠിക്കണം. അപ്പോൾ ഗുരുവായൂരിൽ പോയി തൊഴുന്നവർ തൊഴുത് കഴിഞ്ഞ ഉടനെ പോയിട്ട് ഒരു ഭാഗവതം വാങ്ങിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എങ്ങനെ ഒരു നല്ല അച്ഛനാകാം, എങ്ങനെ ഒരു നല്ല അമ്മയാകാം. ഇത് ഹിന്ദുക്കളോടാണ് പറഞ്ഞതെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇത് പഠിക്കാം. ഗുരോർ ന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന സസ്യാന്ന പതിശ്ച സസ്യാന്ന
മോചയേത് യഃ സമുപേത മൃത്യും. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കൃഷ്ണന് എത്രയേ പറയാനുള്ളത്? എന്ത്? പിതാ ന സസ്യ ജനനി ന സസ്യാത്. നമുക്കറിയാം, മരണഭയത്തിലുള്ള പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതമെന്ന മൃത്യുഞ്ജയ മന്ത്രമാണ് 18,000 ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നത്. അപ്പം മരണത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യജീവിതം. ഓരോ മനുഷ്യനും ആത്മഹത്യയുടെ വക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് WHO പറയുന്നു 26 വയസ്സിന് താഴത്തുള്ള കുട്ടികൾ 90% ആത്മഹത്യാ പ്രവണതയിലൂടെയാണ് പോകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുമാരെ മനോരോഗത്തെക്കുറിച്ച് ഗൂഗിളിൽ 2023 സെർച്ച് ചെയ്തത് കോഴിക്കോടുള്ള മലയാളികളാണ്. അപ്പോൾ ആത്മഹത്യയുടെ വക്കിലൂടെ പോകുന്ന മക്കളെ മോചയെ യഃ സമുപേത മൃത്യും, ആത്മഹത്യയിൽ നിന്നും കൈപിടിച്ചുയർത്താത്ത അച്ഛനും അമ്മയും അല്ല എന്നുള്ളതാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പം ഇപ്പോഴും നമ്മുടെ ജീവിതം ദുരിതപൂരിതമായി എങ്ങനെയെങ്കിലൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി മരണത്തിലേക്ക് രാവിലെ ഉയർത്തെഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഗുളിക കഴിച്ചു, ഉച്ചക്കൂണ് കഴിച്ചു, ഗുളിക കഴിച്ചു, രാത്രി അത്താഴം കഴിച്ചു, ഗുളിക കഴിച്ചു. ഇതിനിടയിലുള്ള സമയങ്ങൾ മുഴുവൻ തോണ്ടി മരണത്തെ പുൽകുന്ന ആധുനിക മനുഷ്യനോട് 5500 വർഷം മുന്നേ ഉത്തമനായ ഒരു വ്യക്തിയാകൂ, വ്യക്തിശുദ്ധമുള്ള സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കൂ, ഒരു നല്ല അച്ഛനാകൂ, ഒരു നല്ല അമ്മയാകൂ, ഒരു നല്ല സാമൂഹിക ജീവിയാകൂ. ഇതാണ് ഭാഗവതത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആരാണ് എന്നുള്ളതാണ് ഇവിടെ ഭാഗവതം പറയുന്നത്. അപ്പോൾ മരണത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം. അപ്പോൾ മൃത്യുമാപ്നോതി യഃ ഇഹനാനേവ പശ്യതി, മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്കുള്ള യാത്രയായി മാറരുത് മനുഷ്യ ജീവിതം എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മൃത്യുമാപ്നോതി യഃ ഇഹനാനേവ പശ്യതി. ഇനി ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നു, പുനരപി മരണം, പുനരപി ജനനം, പുനരപി ജനനി ജഠരേ ശയനം. വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നു. ഇതിന് ഒരു അവസാനം വരുന്നു. അപ്പോൾ എന്താണ് ഈ മരണം? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, മൃത്യോ സർവഹരശ്ചാഹം, പ്രപഞ്ചത്തിലെ സർവത്തിൻ്റെയും മൃത്യു ഞാനാകുന്നു എന്ന്. ഇനി വേദങ്ങൾ പറയുന്നു, ഭയാദ് അഗ്നിസ്തപതി, ഭയാസ്തപതി സൂര്യ, ഭയാദിന്ദ്രശ്ച വായുശ്ച, മൃത്യുർ ധാവതി പഞ്ചമ. എന്നെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത്, എന്നെ ഭയന്നിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നെ ഭയന്നിട്ടാണ് അഗ്നി ജ്വലിക്കുന്നത്, എന്നെ ഭയന്നിട്ടാണ് മൃത്യു ഭഗവാൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പം ഇവയെല്ലാം നിലനിൽക്കുന്ന ഇവയുടെ എല്ലാത്തിൻ്റെയും റൂളറും ഗവർണറും എംപററുമായ പരമാത്മാവാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അമൃതത്വത്തിൽ നിന്നും ജനിച്ച് അമൃതത്വത്തിൽ വളർന്ന് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരേണ്ട അമൃതത്വത്തിൻ്റെ സന്തതികളാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന ഹിന്ദു സമൂഹമെന്ന് മനസ്സിലാക്കണം. വേണ്ടേ? വേണോ വേണ്ടയോ? കാരണം
ജീവിതം ഒന്നേയുള്ളൂ, അത് റീടേക്കില്ല. ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട്, ഓരോ നിമിഷവും സന്തോഷിച്ചുകൊണ്ട് ആസ്വദിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം, സന്തോഷിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതിന് എന്ത് ചെയ്യണം? ഓൾഡ് ഏജ് പോലും ഗോൾഡേജ് ആക്കി മാറ്റണം. അപ്പോൾ ജന്മദുഃഖം, ജരാദുഃഖം, ജായദുഃഖം, പുനഃപുന സംസാര സാഗരം ദുഃഖം. ഈ ദുഃഖത്തിൽ നിന്നും, ഈ വിഷമങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കാൻ ഈ വൈദിക സംസ്കൃതി, ഭാഗവതവും ഭഗവത്ഗീതയും നാം പഠിക്കണം. നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഭാഗവതവും ഭഗവത്ഗീതയും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നാം പിതാ ന സസ്യാത് ജനനി ന സാസ്യാത്, അപ്പോൾ മാത്രമേ നാം അച്ഛനാകുന്നുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മൾ അമ്മയാകുന്നുള്ളൂ. അവർക്ക് ശരീരത്തിന് ജന്മം നൽകിയതുപോലെ ഇവരുടെ മനസ്സിന് കഴിവും കരുത്തും ഊർജവും പകരുന്ന ഭാഗവതം നമ്മൾ മക്കളെ പഠിപ്പിക്കണം, ഭഗവത്ഗീത നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പിതാ ന സസ്യാത്, പിതാവ് ഇത് പഠിപ്പിച്ചില്ല എങ്കിൽ പിതാവാകുന്നില്ല. ജനനി ന സസ്യാത്, മാതാവ് ഒട്ടുമാകുന്നില്ല. എന്ത്? നമ്മളെ മക്കളെ ഭാഗവതവും ഭഗവത്ഗീതയും പഠിപ്പിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് ശരീരത്തിന് ജന്മം നൽകിയതുപോലെ ഇവരുടെ മനസ്സിന് ഊർജം പകരുന്ന കരുത്തുറ്റ വ്യക്തിത്വങ്ങളാകാൻ മനോവികാസ മന്ത്രങ്ങളായ ഈ ഭഗവത്ഗീതയും ഭാഗവതവും നമ്മളവരെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തന്മാരാണ്. ഗുരുവായൂരപ്പൻ പറഞ്ഞത് ശ്രവണ മനന പഠന നിധിധ്യാസവത്തിലോട്ട് ഉയരണം. എന്തിന്? നമ്മളെ മക്കളെ പ്രൊഫഷണലുകളാകണം. നമ്മളെ മക്കൾ ജീവിതത്തിൽ വൻ വിജയങ്ങളാവണം. അതിന് അവർ സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ, സൂയിസൈഡ് അറ്റംപ്റ്റ് ഇല്ലാതിരിക്കാൻ, അവരെ മോചയത്യ സമുപേത മൃത്യും, അവരെ മരണത്തിൽ നിന്ന് പോലും കൈപിടിച്ചുയർത്താനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ടാകണം. അതിന് ഈ ഭാഗവതവും ഈ ഭഗവത്ഗീതയും നാം പഠിക്കണം, അവർക്കിത് നൽകണം. എങ്കിൽ മാത്രമേ ആത്മഹത്യ ചിന്തകളിൽ നിന്നും, ദുഃഖ ദുരിതങ്ങളില്ലാത്ത ചിന്തകളിൽ നിന്നും സന്തോഷ സംതൃപ്ത ജീവിതങ്ങളെ അവരെ വളർത്തിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു തരി പോലും തളരാത്ത, തകരാത്ത വ്യക്തിത്വത്തിനുടമകളാകാൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവരെ കാണാൻ 700 ശ്ലോകങ്ങളുള്ള ഈ ഭഗവത്ഗീത നമ്മൾ പഠിപ്പിക്കണം. 18,000 ശ്ലോകങ്ങളുള്ള ഈ ഭാഗവത ധർമ്മം ഇവരെ പഠിപ്പിക്കണം. ഇതിനാണ് നാം ഇവരെ ഈ വൈദിക സംസ്കൃതിയിലോട്ട്, ഈ ഭാഗവത സംസ്കാരത്തിലോട്ട്, ഈ ഭഗവത്ഗീത ജ്ഞാന സംസ്കാരത്തിലോട്ട്, ഈ ക്ഷേത്ര സംസ്കാരത്തിലോട്ട് ചെറുപ്പത്തിലേ നമ്മളെ മക്കളെ ഈ സംസ്കൃതിയിലോട്ട് വളർത്തിയെടുക്കണം. എൻ്റെ അച്ഛൻ ഈ സംസ്കാരത്തിലോട്ട് എന്നെ പഠിപ്പിച്ച് വളർത്തിയെടുത്തത് കൊണ്ടാണ് ഈ സംസ്കാരം, ഈ ഭഗവത് ഭക്തി, ഈ ഭഗവത്ഗീത ജ്ഞാനമാർഗം നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഭഗവത്ഗീത ജീവിത വിജയ രഹസ്യം നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നാം അച്ഛനാകുന്നുള്ളൂ. ഈ ഭക്തി, ജപ, ലയ, ഈ പരമപ്രേമഭക്തി നമ്മളെ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമേ നമ്മൾ അമ്മയാകുന്നുള്ളൂ. അല്ലെങ്കിൽ പിതാ നസസ്യാത്, അച്ഛനാകുന്നില്ല. ജനനി നസസ്യാത്, അമ്മയാകുന്നില്ല. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ ജപലയ മന്ത്രശക്തിയാണ് പ്രാണബലം.
പ്രാണശക്തി, പ്രാണ ഊർജം, ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു നല്ല അച്ഛനും അമ്മയുമായതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. ഇതുപോലെ നിങ്ങളും നല്ല അച്ഛനും അമ്മയുമാകണം. അതിന് നിങ്ങളിത് പഠിക്കണം. പഠിപ്പിക്കാത്ത അച്ഛനും അമ്മയും മനുഷ്യരൂപേണ മൃഗം ചരന്തി, മൃഗങ്ങളെപ്പോലെ ഇണചേരുന്നു, മൃഗങ്ങളെപ്പോലെ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നു, മൃഗങ്ങളെപ്പോലെ അവരെ വളർത്തുന്നു. അവർ നാളെ ജീവിതത്തെ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയുന്നു മൃഗങ്ങളെപ്പോലെ. അവർ നാളെ ജീവിതത്തിൽ ഒരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ അവർ ഡൈവേഴ്സ് ചെയ്യുന്നു മൃഗങ്ങളെപ്പോലെ. അവർ ആത്മഹത്യ ചെയ്യുന്നു മറ്റു മൃഗങ്ങളെപ്പോലെ. ഇതിൽ നിന്നും അടിമുടി ഒരു പരിവർത്തനം വരണം. അതിന് ദുഃഖമോചന മാർഗം, ദുരിതമോചന പാത, മോചയേത് യഹ് സമുപേത മൃത്യും, മൃത്യുവിനെ പോലും തൃണവൽക്കരിക്കാൻ നമ്മളെ മക്കളെ പ്രാപ്തമാക്കാൻ. സുഖം വൈ ബ്രഹ്മ, സുഖമാണ് ഈശ്വരൻ. ആനന്ദം വൈ ബ്രഹ്മേതി, സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാൻ. വേദങ്ങൾക്ക് പറയാനുള്ള ഇത് വേദാന്തദിണ്ടിമാഹ, ഈ വേദങ്ങളുടെ പെരുമ്പറഘോഷം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ആത്മഹത്യ ചിന്തകളില്ലാത്ത, തളരാത്ത, തകരാത്ത വ്യക്തിത്വത്തിലോട്ട് നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം. ഈശ്വരീയമായ ഒരു ബുദ്ധി, ഭഗവത് ബോധം നമ്മളെ മക്കളിൽ വളർത്തിയെടുപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ഇതിനാണ് ഭാഗവതവും ഭഗവത്ഗീതയും പഠിപ്പിക്കേണ്ടത്. ഇല്ല എങ്കിൽ പിതാ നസസ്യ ജനനി നസസ്യാത്, ഇങ്ങനെ ഇതൊന്നും പഠിപ്പിച്ചില്ല എങ്കിൽ അച്ഛനാകുന്നില്ല, അമ്മയാകുന്നില്ല. അപ്പോൾ ഒരു നല്ല അച്ഛനാകാൻ, ഒരു നല്ല അമ്മയാകാൻ ഈ ഭാഗവത മാർഗത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വേദങ്ങൾ പറയുന്നു, അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതയെ. അവിദ്യയാണ് മരണകാരണം. വിദ്യയുള്ളവർ അമൃതത്വത്തിലോട്ട് യാത്ര ചെയ്യുന്നത്. വിദ്യയാ മൃത്യും തീർത്വ അവിദ്യ അമൃതമശ്നുതേ. അപ്പോൾ അമൃതത്വമായി നാം ജീവിതം കൊണ്ടു നടക്കണം. അപ്പോൾ ഇരുട്ടിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും ഈ ഭാഗവതവും ഭഗവത്ഗീതയും. ഇരുട്ടിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ പ്രകാശപൂരിതമായ ഒരു ജീവിതം. അപ്പോൾ ദുഃഖത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. അപ്പോൾ സംതൃപ്തമായ ഒരു ജീവിതം. വിഷമങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. അപ്പോൾ ആനന്ദപ്രദമായ ഒരു ജീവിതം. അപ്പോൾ തളർച്ചയിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്തും. അപ്പോൾ വളർച്ചയാകും ജീവിതം. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്തും. അപ്പോൾ സമ്പന്നമായ ഒരു ജീവിതം. ഇത് നാം പഠിക്കണം. ഇത് നമ്മളെ പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മളിതെന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കറായി കൊണ്ട് നടക്കാൻ. ഇത് നമ്മുടെ മക്കളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഒരു നല്ല അച്ഛനും അമ്മയുമായി നമുക്ക് ജീവിക്കണം. നമ്മുടെ മക്കൾ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടാതിരിക്കാൻ ഭാഗവതവും ഭഗവത്ഗീതയും നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ ഒരു നല്ല അച്ഛനായി തീർന്നുകഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ ഗുരുവായൂരിൽ നട തള്ളാതിരിക്കാൻ ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായമായ ഈ 18-ാമത്തെ ശ്ലോകം എല്ലാവരും പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ പൂജാമുറിയിൽ ഇത് എഴുതി ഒട്ടിക്കണം. ഭാഗവതം ഇല്ലാത്തവർ അടുത്ത പ്രാവശ്യം ഗുരുവായൂർ പോയിട്ട് വരുമ്പോൾ ഭാഗവതം വാങ്ങിച്ചു കൊണ്ടുവരണം. ഭാഗവതം പഠിക്കണം. ഇത് നമ്മുടെ മക്കൾക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഭാര്യയ്ക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് പ്രചരിപ്പിക്കണം. കാരണം എല്ലാവർക്കും
സച്ചിദാനന്ദ സ്വരൂപമായ ആ ഭഗവാന്റെ സൗഭാഗ്യം ലഭിക്കണം. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ജഗദീശ്വരനായ പരമേശ്വരനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.